ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഖി. നിങ്ങൾക്കിന്ന് ചെറിയൊരു വെള്ളച്ചാട്ടം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് നിന്ന്, എൻ്റെ വീടെന്ന് പറയുന്നത് നന്ദിയോട് ജംഗ്ഷനാണ്. നന്ദിയോട് ജംഗ്ഷനിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ഉണ്ട് ഈ പ്രദേശത്തേക്ക് എത്താൻ. നന്ദിയോട് വിതിര റൂട്ട് പോകുന്ന വഴിക്ക് കാലങ്കാവ് ജംഗ്ഷനിൽ നിന്ന് 1.5 കിലോമീറ്റർ ഫോറസ്റ്റിനുള്ളിലാണ് ഈ പ്രദേശം. ഒഴുകുപാറ വെള്ളച്ചാട്ടം എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ എത്രത്തോളം വെള്ളമുണ്ടെന്ന് അറിയില്ല, എന്നാലും നമുക്ക് പോയി നോക്കാവുന്നു. മെയിൻ റോഡിൽ നിന്ന് ഈ ചെറിയ റോഡ് വഴിയാണ് നമുക്ക് ആ ചെറിയ വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ടത്. 500 മീറ്റർ ടാറിട്ട റോഡ് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലത്തെ ടാറില്ലാത്ത മെറ്റൽ മാത്രം നിരത്തിയ ഒരു റോഡാണ്. കാടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് ഈ റോഡ് വരുന്നത്. ചുറ്റുമുള്ള കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാം. ബൈക്ക് ഓടിച്ചുകൊണ്ട് വന്നു. ബൈക്കിൽ വന്നുകൊണ്ടിരുന്ന വഴിയാണ് ഈ മെയിൻ റോഡിൽ നിന്ന് ഈ വഴി 1.5 കിലോമീറ്റർ ഉള്ളിലോട്ട് വരുമ്പോഴാണ് ഈ സ്ഥലത്ത് എത്തുന്നത്. നമുക്ക് പിന്നെ വണ്ടി ആക്റ്റീവ ഇവിടെ വെച്ചിട്ട് പിന്നെ ഇതുവഴി നടന്ന് താഴോട്ട് പോകണം. ഇനി ഈ വീതി എന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോൾ അത് കഴിയും. നടപ്പാത മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതിൽ നടന്ന് വേണം ആ ചെറിയ വെള്ളച്ചാട്ടത്തിലോട്ട് പോകാൻ. പണ്ട് വന്നിട്ടുള്ളതാണ്, അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത്. നമുക്കൊരു കമ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. കമ്പ് വേണം, കാരണം കാട്ടിലൂടെയൊക്കെ പോകുമ്പോൾ ചെറിയൊരു കമ്പ് കയ്യിലുള്ളത് നല്ലതാണ്. നമ്മൾ മുകളിൽ വണ്ടി വെച്ചിട്ടാണ് ഇതുവഴി നടന്നു വരുന്നത്. നമ്മൾ ചെറിയ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിലാണ് ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി. സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിലാണ് ഈ വെള്ളച്ചാട്ടം കാണാൻ വന്നിട്ടുള്ളത്. പിന്നെ അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത്. അപ്പം വെള്ളമുണ്ടോ എന്താണ് അവസ്ഥയെന്ന് നമുക്കറിയില്ല. അന്നൊക്കെ അതിമനോഹരമായിരുന്നു കാണാൻ. നടക്കുന്ന വഴിയിൽ നോക്കിയപ്പോൾ ഒരു വെളുത്ത ഒരു ചിത്രശലഭം. ഈ സാധാരണ ചിത്രശലഭം ഇരിക്കുമ്പം ചിറവൊക്കെ നൂത്താണ് ഇരിക്കുന്നത്. ഇത് ആ ഇലയോട് ചിറകുകൾ ചേർത്ത് വെച്ചാണ് അത് ചിത്രശലഭം ഇരുന്നത്. വീതിയുള്ള വഴി ഈ പ്രദേശത്തെത്തുമ്പോൾ കഴിയുക. പിന്നെ ഈ പോകേണ്ടത് ഈ ചെറിയ ഊട് വഴി കൂടിയാണ്. നമ്മൾ കാട്ടിലൂടെയൊക്കെ ഇങ്ങനെ യാത്രയ്ക്കൊക്കെ പറഞ്ഞാൽ അത് ഇത്തിരി റിസ്ക്കുള്ള കേസാണ്. എന്നാലും വീഡിയോ എടുക്കാൻ വേണ്ടി ധൈര്യം സംഭരിച്ചൊക്കെ വന്നതാണ്. അപ്പോൾ പന്നികളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്, ഇഷ്ടം പോലെ. അപ്പം വെള്ളത്തിൻ്റെ ഒച്ച കേൾക്കാം. എത്രത്തോളം വെള്ളം ഉണ്ടെന്ന് അറിയില്ല. ചെറിയ ഇടവഴിയാണ്, ഇതിലേക്ക് വേണം നടന്നു പോവാൻ. നല്ല കിളികളുടെ ശബ്ദവും ഒക്കെ ഉണ്ട്. അത് കാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാടിനകത്ത് വരുമ്പോൾ നല്ല പലതരത്തിലുള്ള കിളികളുടെയൊക്കെ ശബ്ദം കേൾക്കുന്നതാണ്. കമ്പൊക്കെ കൊണ്ട് അടിച്ച് ഒക്കെയാണ് പോണത്, അല്ലാതെ ഉണ്ടെങ്കിൽ ഓടിപ്പോയിക്കോളും. അയ്യോ, വെള്ളം തീരെ കുറവാണ് കേട്ടോ. ഇത് വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലത്തെ സ്ഥലമാണ്. നമ്മളതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ആ കാണുന്നതാണ് വെള്ളച്ചാട്ടം. ഇവിടുന്നാണ് വെള്ളച്ചാട്ടം തുടങ്ങുന്നത്. ഈ പാറയിൽ കൂടെയാണ് കുതിച്ച് വെള്ളം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ വെള്ളം ഒരുപാട് കുറവ്. കാരണം ഇപ്പോൾ വേനലായതുകൊണ്ട് വെള്ളം തീരെ കുറവാണ്. ഇവിടെ ഒന്നും വലുതായിട്ട് ആൾക്കാരൊന്നും വരാത്ത സ്ഥലങ്ങളാണ്. കാരണം ഒരു ടൂറിസ്റ്റ് പ്ലേസൊന്നും അല്ല. നമ്മളെപ്പോലെയുള്ള കുറേ ഫ്രണ്ട്സുകളൊക്കെ ചേർന്ന് ഇവിടെ വന്ന് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പോകുന്ന സ്ഥലമാണിത്. അത്തരത്തിലുള്ള സ്ഥലമാണ്, അല്ലാതെ ടൂറിസ്റ്റുകളൊന്നും വരുന്നില്ല. പക്ഷേ ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് കുറച്ച് നേരം ഇവിടെ എൻജോയ് ചെയ്തിട്ട്
മഴയൊക്കെയുള്ള സമയത്ത് ഫ്രണ്ട്സായിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ഈ പാറയിൽ കൂടെയാണ് വെള്ളം കുത്തിയൊലിച്ച് വെള്ളച്ചാട്ടമായിട്ട് താഴെ എത്തുന്നത്. താഴെ പോയാണ് നമ്മൾ കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ വേനലായതുകൊണ്ട് ഒട്ടും വെള്ളമൊന്നുമില്ല, മൊത്തം കരിയിലേക്ക് കയറി കിടക്കുക. അപ്പോൾ താഴെ വെള്ളച്ചാട്ടം നമുക്ക് നേരിട്ട് കാണണമെങ്കിൽ ഇതിൻ്റെ ഇടയിലൂടെ ചെറിയൊരു നടപ്പാതയുണ്ട്. ഈ നടപ്പാതയിൽ കൂടെ താഴോട്ട് പോയാൽ മാത്രമേ അത് കാണാൻ പറ്റും. അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ വനത്തിൻ്റെ ഒരു ഭംഗിയും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. പള്ളിക്കുടിലുകളും പലതരത്തിലുള്ള കിളികളുടെ ശബ്ദമൊക്കെ ഉണ്ട്. സന്ധ്യയായി കഴിഞ്ഞാൽ പിന്നെ ചീവീടിൻ്റെ ചെവിയേക്കാൻ വയ്യാത്ത സൗണ്ടാണ് അതിനകത്ത്. ഇപ്പോഴും കിളികളുടെ സൗണ്ടേ ഉള്ളൂ. അടുത്ത് നമ്മൾ ഫുഡിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. നല്ല നാടൻ ഫുഡ് കിട്ടുന്ന, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഞാൻ നല്ലൊരു കുക്കും കൂടെയാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യുന്ന വീഡിയോ ആണോ നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ അല്ലാതെ നാടൻ ഫുഡുകൾക്ക് കിട്ടുന്ന സ്ഥലമാണോ നിങ്ങൾക്ക് കാണേണ്ടത്? ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എന്ത് രസമായ മരങ്ങളൊക്കെ കാണാം. സ്ഥിരം ആൾക്കാരൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ അതിമനോഹരമായിട്ട് വൃത്തിയൊക്കെ ആക്കി ഇട്ടേക്കും. ഇതിപ്പോൾ അങ്ങനെ ആരുമല്ല. വല്ലപ്പോൾ ആഴ്ചയിലൊക്കെ 1-2 ആൾക്കാരൊക്കെ വന്നിട്ട് ഇവിടെ ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിക്കുന്നുണ്ട്. അടുപ്പൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഇവിടെ ഫുഡ് കുക്ക് ചെയ്ത് ഇവിടുത്തെ ഈ ചെറിയ വെള്ളത്തിലുള്ള ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് പോകും ആൾക്കാർ. ഇത്രയും മോളിൽ നിന്നാണ് അടിപൊളി വെള്ളച്ചാട്ടമായിട്ട് മാറുന്നത്. ആ സ്ഥലത്ത് പോയിരുന്ന നമുക്ക് ഷവറിൽ വെള്ളം വീഴുന്ന കണക്ക് അടിപൊളിയായിട്ട് കുളിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട് ഈ ചവറൊക്കെ വന്ന് കൂടി കിട്ടിങ്ങനെ കിടക്കുന്നത്. അല്ലെങ്കിൽ നല്ല ക്ലീനായിട്ട് കിടക്കേണ്ട സ്ഥലമാണ്. ഇതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ മുകളിൽ കൂടെ വെള്ളം ഇരച്ച് വന്നിട്ട് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോകും. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലിരുന്ന് നമുക്ക് ഫുഡൊക്കെ കൊണ്ടുവന്ന് കഴിക്കുക, അല്ലെങ്കിൽ കുക്ക് ചെയ്ത് ഇവിടെ വന്ന് കഴിക്കാനൊക്കെ ചെയ്യാം. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വെള്ളച്ചാട്ടം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വന്നതാണ്. ഇപ്പോൾ ഇവിടെ വെള്ളമില്ലാത്ത അവസ്ഥയായി പോയല്ലോ. എന്ത് പറയാം, നമുക്കിനി തിരിച്ചു പോവാം. ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തായിട്ട് വരുമ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് താണ്ട് ഈ ഇത്തരത്തിലൊരു പൂവ് നിൽപ്പുണ്ടേ. ഇതിലൊരു കായുണ്ടാവും. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഒത്തിരി നമ്മൾ കഴിച്ചിട്ടുള്ളതാണ് സാധനം. ഇതൊക്കെ കാണിച്ചു തരാം. കണ്ടോ ഈ ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ പണ്ട് കഴിച്ചിട്ടുള്ളതാണ്, പക്ഷേ ഇതിൻ്റെ പേരെന്താണെന്ന് കറക്റ്റ് അറിയാൻ വയ്യ. അതുപോലെ തന്നെ തൊടലി തൊട്ടടുത്ത് തൊടലി നിൽപ്പുണ്ട്. തൊടലിയിലാണ്ട് ഈ ഒരു കായുണ്ടല്ലോ. ഇത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെ കഴിച്ചിട്ടുള്ളതാണ്. ഇതും പഴുത്ത് വരുമ്പം ബ്രൗണ് ബ്ലാക്കൊക്കെ ആയി വരും കളറ്. തൊടലി ചെടി എന്ന് പറയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മൾ വിചാരിച്ചതുപോലെ ഒരു വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ കഴിഞ്ഞില്ല, കാരണം മഴ കുറവായതുകൊണ്ടാണ്. അപ്പം അടുത്ത ഇതിനേക്കാൾ നല്ലൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.